ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ബുള്ളറ്റ് ജേർണികൾ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ബുജ് എന്ന് വിളിക്കും. ഈ സംഭവം വേറൊരു ഡയറി അല്ല. എന്താണത് എന്തിനാണത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഫോക്കസ് ഒന്ന് കറക്റ്റ് ആക്കാനും, നമുക്ക് പല പല കാര്യങ്ങളും പല പല സമയത്ത് ചെയ്യണം, ഇത് ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ എപ്പോഴും ഓരോന്നിങ്ങനെ ഓരോ സമയത്ത് അത് എന്ന് പറഞ്ഞിട്ട് ഓർക്കില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്. അതിൽ പറയണത് ചില കാര്യങ്ങൾ നമ്മൾ മെമ്മറി വെക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ കാര്യങ്ങൾ, അല്ലാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും, അത് മെൻ്റൽ ക്ലട്ടർ ഉണ്ടാക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള സംഭവമാണ് ബുള്ളറ്റ് ജേർണൽ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ എനിക്ക് പ്രാധാന്യമുള്ളൊരു കാര്യം തോന്നിയതെന്ന് പറയുമോ, നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്യുക ഒരാളെ, എന്തിനത് അയാളെ മനസ്സിലാക്കാനല്ലേ. കുറേ സമയം അയാളെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അയാൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അയാളുടെ ഇഷ്ടങ്ങൾ, എങ്ങനെയാണ് അയാൾ കാര്യങ്ങൾ ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അല്ലേ. ഇതുപോലെ തന്നെ നമ്മളെ തന്നെ ഡേറ്റ് ചെയ്യുന്നൊരു സമയമാണ് ഈ ജേർണൽ എഴുതുമ്പോൾ. പൊതുവെ അങ്ങനെയാണ് ഞാൻ പറയണത്. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. നമ്മൾ ആരാണ്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാറ്, നമുക്ക് എന്താണ് വർക്ക് ചെയ്യണ രീതി, എങ്ങനെ ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യാം അല്ലെ. ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുന്ന ഒരു ടൈമാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്ന സമയം. അത് വേണോന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലാക്കണ്ടേ, എന്നാലും നമുക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അത് വേറെ ആൾക്കാർ പറഞ്ഞു തരുമ്പം നമുക്ക് പലപ്പോഴും അങ്ങനെയൊന്നും അല്ലാന്ന് തോന്നും. പക്ഷെ നമ്മൾ തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൽ നമ്മളെ തന്നെ കൂടുതൽ അറിയാനൊരു അവസരമാണത്. ഇപ്പോഴൊക്കെ ചിലപ്പോൾ കുറേ തിരക്കൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് എന്നെ അറിയാനൊന്നും സമയമില്ല, കുറേ പണിയുണ്ടെന്നേ. പക്ഷേ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്ത് സംഭവം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇപ്പം നമ്മളൊക്കെ ഒരു മെഷീനുണ്ട്, ആ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യും, എപ്പോഴാണ് നന്നായിട്ട് വർക്ക് ചെയ്യുക, എന്തൊക്കെ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നത് കുറവാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ. അതുമാതിരി നമ്മളെന്ന സിസ്റ്റം നമുക്ക് നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എപ്പോഴാണ് നന്നായി വർക്ക് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ചെയ്താലാണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മൊത്തത്തിലൊന്ന് ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. അങ്ങനെ ഈ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് വരുത്തിയാൽ, അത് ഈ ഡിസിപ്ലിൻഡ് അല്ലാതെ നടക്കുമ്പോൾ നമുക്ക് എനിക്ക് അങ്ങനെയൊന്നും വയ്യ എന്നൊക്കെ തോന്നും. പക്ഷെ അത് ആക്ച്വലി ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമുക്ക് വിചാരിക്കും ജീവിതം ഡിഫിക്കൽട്ട് ആകുമെന്ന്. അല്ല, ഡിസിപ്ലിൻഡ് അല്ലാത്ത ലൈഫിൽ ഡിസിപ്ലിൻഡ് ആകുമ്പം നമുക്ക് മെൻ്റൽ ലോഡ് കുറയും. അത് ചെയ്തില്ല, ഇത് അങ്ങനെ തലയിൽ കുറേ കാര്യങ്ങൾ എപ്പോഴും വരുന്നൊരു സംഭവം നിർത്തി നമുക്ക് ഒരു ജേർണലിങ് കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യും. ബാക്കി നമുക്ക് സമയത്ത് റിലാക്സ് ചെയ്ത് എന്താ പരിപാടി അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളൊരു അവസ്ഥയെത്തും. അതുകൊണ്ട് നമ്മുടെ മെൻ്റൽ ലോഡ് കുറയ്ക്കാനും കുറച്ചുകൂടെ ആസ്വദിച്ച് ജീവിക്കാനും ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് ജേർണലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആവണേ. കാരണം സ്റ്റാർട്ടിങ് സമയത്ത് ഇത് അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ഈ ജേർണലിംഗ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരച്ചുണ്ടാക്കി പിടിച്ചുണ്ടാക്കി അതിന് വളരെ അങ്ങനെ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോണ ജേർണൽസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസാണ് യൂട്യൂബിലൊക്കെ കുറേ കാണാമല്ലോ. അപ്പോൾ അത് കണ്ടുടനെ നമുക്കത് ഭയങ്കര പാടാന്ന് തോന്നും. അപ്പോൾ പാടാണോ എന്ന് ചോദിച്ചാൽ യെസ് ആൻഡ് നോ, രണ്ടും ഉത്തരങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ആ രീതി നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായി ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായി ചെയ്യാം. കുറച്ചൊന്ന് എന്താ പറയുക ഫാൻസി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് കുറച്ച് ഫാൻസി ആക്കാമെന്നുള്ളതൊക്കെ വേണമെങ്കിൽ കവർ ചെയ്യാം. കാരണം ഇതൊന്നും തെറ്റല്ല. സിമ്പിളായിട്ട് പോകുന്നത്, സിമ്പിളായിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്, കുറച്ച് ക്രിയേറ്റീവ് ആയവർക്ക് കുറച്ചുകൂടി അതിന് മുകളിൽ താജ്മഹൽ പണിയാൻ താല്പര്യമുണ്ടോ അവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഈ സംഭവം എന്താ ചെയ്യണത്? നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ചെയ്യണം, എത്തണം, നടത്തിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ പ്രയോറിറ്റീസ് ആണ്, ഇതൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫിനെ സമീപിക്കാനാണ് ഈ സംഭവം യൂസ് ചെയ്യണത്. അപ്പോൾ പലരും വിചാരിക്കും ഞാൻ അത്ര വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല, ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ചെയ്യാൻ ഓർക്കണ്ടേ, എനിക്ക് പല ദിവസമൊന്നും പറ്റാറില്ല, ഇതൊന്നും ഓർക്കാറില്ല. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ ഹലോ, സെയിം പിഞ്ച്, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഞാൻ എൻ്റെ ജേർണൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല എൻട്രികളും ഇല്ല. അതിൻ്റെ അർത്ഥം ഞാനൊരു ജേർണൽ ചെയ്യാത്ത ആളാണെന്നൊന്നുമല്ല. നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ നിങ്ങൾ തുടങ്ങുക.
മനസ്സിലായോ? ഇടയ്ക്ക് മിസ്സായി പോയാൽ പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ സിക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ സാധനം എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അതൊന്നും ജേർണലിംഗ് നിർത്താനൊരു കാരണമല്ല. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ പൊതുവെ കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ചെയ്യില്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു നയമായിരിക്കും അവരുടെ. ആ നയങ്ങളൊക്കെ മാറ്റി പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മുന്നോട്ട് പോകാൻ പറ്റും. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള മോട്ടിവേഷൻ ഉണ്ടായില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് അത് പറ്റിയില്ല, അല്ലെങ്കിൽ അന്ന് സമയം ഉണ്ടായില്ല. ഇറ്റ്സ് ഓക്കെ. ഇവിടേക്ക് നമ്മൾ കുറച്ചുകൂടി നമ്മളോട് കൈൻഡ് ആയിരിക്കുക. ഒരു ദിവസം വിട്ടുപോയാലും കുഴപ്പമില്ല, 2 ദിവസം വിട്ടുപോയാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇത് ഡെവലപ്പ് ചെയ്തത് റൈഡർ കാരൽ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇതിന് വലിയൊരു ബിസിനസ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. അയാളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ബുള്ളറ്റ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വലിയൊരു ബിസിനസ് മോഡലാണ്. കാരണം ബുള്ളറ്റ് ജേർണലിന് വേണ്ടിയിട്ട് സ്പെസിഫിക് സാധനങ്ങൾ, ഈ എഴുതേണ്ട പേനകൾ, അതിൻ്റെ ജേർണൽ ബുക്ക് വേണ്ട എഴുതാൻ ആ സാധനങ്ങൾ, പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മുതലായ അങ്ങോട്ട് ഇവോൾവ് ചെയ്ത് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയായി മാറിക്കഴിഞ്ഞു. നമുക്ക് പക്ഷേ ഇതിന് മൊത്തം ഒന്നും കയറി നമ്മൾ വേണ്ട. തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് വെച്ചങ്ങ് തുടങ്ങാം. പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ തുടങ്ങിയെന്ന് വെച്ചിട്ട് നമ്മൾ എന്നും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്നൊന്നുമില്ല, ഇതൊക്കെ മാറും. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ആദ്യം ഞാൻ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അത് പിന്നെ ആൾക്കാരുടെ അടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒതുക്കി. പക്ഷെ എന്നാലും എനിക്ക് അതിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജേർണലിംഗ് പോപ്പുലർ ആയപ്പം ഞാനത് കണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് കഴിഞ്ഞ വർഷം ഒരു ഫോർമൽ ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ അങ്ങോട്ട് കാലെടുത്ത് വെച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതൊരു ഇങ്ങനെ ഫാൻസി കാര്യമൊന്നുമല്ല, ഒരു ട്രാക്കർ സിസ്റ്റം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ എന്താ മണ്ടത്തരം കാണിച്ചത് വെച്ചാൽ ഞാനൊരു ചെറിയ നോട്ട്ബുക്കാണ് യൂസ് ചെയ്തത്, A6 ഒരു നോട്ട്ബുക്കാണ് യൂസ് ചെയ്തത്. അത് A6 എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും, ലഗേജ് കൂടുതൽ വെയിറ്റ് ഒന്നും വരില്ലല്ലോ, അപ്പോൾ ഇത് മതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അതിലെനിക്ക് ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ അത് ഭയങ്കര ചെറുതാണ്. ചെറുത് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും യൂസ് ചെയ്യാം, തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഇതിലൊന്നും തെറ്റ് ശരി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ A5, ഇതിൻ്റെ അടുത്ത വലിയ സൈസാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഇത് വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, അപ്പോൾ ഞാൻ ഈ ജേർണൽ എന്തായാലും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അടുത്തത് വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഇപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ കണ്ടത് മിക്കവരും A5 സൈസ് തന്നെ യൂസ് ചെയ്യണം, അതൊരു കംഫർട്ടബിൾ സൈസാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് A6 വെച്ച് തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കോളൂ. കാരണം ഇതൊക്കെ ഓവർ ടൈം നമ്മുടെ പ്രെഫറൻസസ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോരോ ഇഷ്ടങ്ങൾ, ഓരോ ഇത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ വരും. അതൊക്കെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഓവർ ടൈം. അതിപ്പോൾ തന്നെ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തുടങ്ങുള്ളൂ എന്ന് വെച്ചാൽ അത് ഡിലേഡ് ആവും. നമുക്ക് ഈ സംഭവം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇല്ല പെർഫെക്റ്റ് ആയിട്ട് അത് എത്തില്ല. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് അച്ചീവ് ചെയ്യുന്നത്, അല്ലാണ്ട് അച്ചീവ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങുന്ന സംഭവം അല്ല. ആദ്യം ഇതിൻ്റെ 2 പേജ് നമ്മൾ മാറ്റി വയ്ക്കുക. ആദ്യത്തെ 2 പേജ് അതെന്ന് വെച്ചാൽ ഇൻഡെക്സിന് വേണ്ടി. ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പേജിലും എന്താ ഉള്ളത് എന്നുള്ളത് ഫസ്റ്റ് പേജ് നോക്കിയാൽ കാണാമല്ലോ, പേജ് നമ്പർ ഇട്ടിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ആദ്യത്തെ പേജ് നോക്കിയാൽ ഇന്ന പേജിലാണ് ഇന്നതുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് ആണ് ആദ്യത്തെ ഒരു 2 പേജ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. നമുക്കറിയില്ല, ഇപ്പോൾ ചിലപ്പോൾ ഒരു പേജ് തീരുമായിരിക്കും, കുഴപ്പമില്ല, 2 പേജ് മാറ്റി വയ്ക്കുക. രണ്ടാമത്തത് ഞാൻ കുറച്ച് ഗോൾസും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോവാം. പലരും പല രീതിയിൽ ഉണ്ടാക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു വർഷത്തേക്ക് നമ്മളൊരു ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഈ കമ്പനീസൊക്കെ ചെയ്യില്ലേ, ഈ വാർഷിക ബഡ്ജറ്റ് തീരുമാനിക്കുകയും പ്ലാനിങ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, അതുമാതിരി നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ വർഷവും ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കാണ്ട്, പിന്നെ സമയം കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉന്തിയാൽ അതൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് ശരിക്കും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന മനുഷ്യന്മാർ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്കും അച്ചീവ് ചെയ്യാം. ഓരോ വർഷം ഇപ്പോൾ ഞാൻ ഗോൾസ് എന്ന് പറയുമ്പം 10 ലക്ഷം രൂപ ഉണ്ടാക്കുക, അങ്ങനെ ആ ഗോൾ ഫിനാൻഷ്യൽ മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു ഹോബി അത് നന്നായി വൃത്തിക്ക് പഠിക്കണം, അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാര്യമായിട്ട് പഠിക്കണം, ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ ഉണ്ടാവില്ലേ. അങ്ങനത്തെ ഗോൾസ് നമുക്ക് ഈ വർഷം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇപ്പോഴേ സെറ്റ് ചെയ്യാൻ, ന്യൂ ഇയറിന് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, ന്യൂ ഇയറിന് നമുക്ക് എത്തണ്ടേ, അതുകൊണ്ടാണ് ഇപ്പോഴേ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് യുവർ ഇയർ ഷുഡ് ലുക്ക് ലൈക്ക് ഫോർ യു, അതാണ് ഗോൾസ്. അപ്പോൾ അതിൻ്റെ ഗോൾസിൽ ഞാൻ നിങ്ങൾക്ക് അത് എന്തൊക്കെ ഗോൾസാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഏരിയാസ് പറയാം. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ്, വർക്ക് ആൻഡ് കരിയർ, മണി ആൻഡ് സേവിങ്സ്,
പേഴ്സണൽ ഗ്രോത്ത്, പിന്നെ ഫൺ, ട്രാവൽ, ഹോബീസ്, ഇങ്ങനെ ഈ കാറ്റഗറീസിൽ നമുക്ക് നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ആലോചിക്കാം. അപ്പോൾ ഓരോ കാറ്റഗറിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി മാത്രം ചൂസ് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസ് ആയതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. പൊതുവെ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തൊക്കെ ഗോൾസ് ആണെന്നൊരു ഒരു പിടുത്തം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാറ്റഗറീസ്. അപ്പോൾ അതിൽ ഒരു 1, 2 അല്ലെങ്കിൽ 3 വേണമെങ്കിൽ ഒരു 4 വരെയും ഗോൾസ് നമുക്ക് പോവാം. ഞാൻ പറയുകയാണെങ്കിൽ വളരെ ക്രിട്ടിക്കലായ 2, 3 മതി. അതിനേക്കാളും കൂടുതൽ ഇടാട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ നമ്മൾ കൂടുതലും ഗോൾസ് വെച്ചാൽ നമുക്കൊരു അച്ചീവ് ചെയ്യാനുള്ള പ്രയോറിറ്റി ഒക്കെ കുറച്ചൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വെക്കുക, പിന്നെ ഒരെണ്ണം എക്സ്ട്രാ വേണമെങ്കിൽ വെച്ചോളൂ. ആകെയുള്ള കാര്യം അത് ഷോർട്ടാക്കി വെക്കുക. ഭയങ്കര വിപുലമായിട്ടൊന്നും അങ്ങനെ എഴുതാൻ നിൽക്കണ്ട. ഷോർട്ട് ആൻഡ് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് അതിൽ നമ്മൾ എഴുതി വെക്കുക. അതാണ് ഇയർലി ഗോൾസ്. അപ്പം നമുക്ക് ഈ വർഷം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പിടികിട്ടി. ഇത് ഈ ഒരു പ്രക്രിയ നമ്മുടെ ന്യൂ ഇയറിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല. ഒരു വർഷം ഇന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട മെയിൻ സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തൊക്കെ വേണമെന്നൊക്കെ അറിയാൻ കുറച്ച് സമയമില്ലേ, ആ സമയം ഇതിൽ സ്പെൻഡ് ചെയ്യണം. അത് നിങ്ങൾ വേസ്റ്റ് ആണ് എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഓർഗനൈസ്ഡ് ആകുമ്പം നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ എളുപ്പമാകും. അപ്പോൾ ഇപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ല ഗുണത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ. അടുത്തത് 3ാമത്തെ കാര്യം എന്താ, ചില ആൾക്കാർ ഫ്യൂച്ചർ ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വയ്ക്കും. അത് പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിലെ മാസങ്ങളുണ്ടല്ലോ, ആ എല്ലാ മാസങ്ങളും ഒന്നില്ലെങ്കിൽ അവർ ചെറിയ കലണ്ടർ പോലെ വരച്ചിട്ട് അതിലെ മെയിൻ ഈവൻറ്റ്സ് ഒക്കെ അവിടെ എഴുതി വെക്കുക. ഇപ്പോൾ മെയിൻ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ബർത്ത്ഡേസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മറന്നു പോരുതല്ലോ. അപ്പം നമ്മളത് മൊബൈലിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ റിമൈൻഡർ വയ്ക്കും. പക്ഷേ നമുക്കൊരു ലൈഫിൽ മൊത്തം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു ജേർണൽ ഉള്ളപ്പം അതിലത് വെച്ചാൽ നന്നായിരിക്കും. അപ്പം അതിൽ ഇത്തിരി ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്തൊരു കലണ്ടർ പോലെ നമുക്ക് വരച്ച് വയ്ക്കാം. ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ വരയ്ക്കണമെങ്കിൽ ഇനി പറയുന്ന കാര്യം, നമുക്ക് ഒരു ഡയറി എന്തായാലും വേണമെന്നറിയാം, ഒരു പേനയും വേണം. അപ്പോൾ ഡയറിയിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡോട്ട് മെട്രിക്സ് ഉള്ള ഡോട്ട് ഇട്ട് പോണ ഡയറി, അങ്ങനത്തെ ഒരു ജേർണൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഒരു സ്ക്വയർ ഗ്രിഡുള്ള ഒരു ജേർണലാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് അതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വെറും പ്ലെയിൻ ലൈൻസോ അല്ലെങ്കിൽ വെറുതെ ഒന്നുമില്ലാത്ത ഒരു കുത്തും വരയൊന്നുമില്ലാത്തൊരു ജേർണലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും. കാരണം നമുക്ക് വരയ്ക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ജേർണൽ, ഒന്നില്ലെങ്കിൽ ഒരു ഗ്രിഡ് അല്ലെങ്കിൽ ഒരു ഡോട്ട് മെട്രിക്സ് പോലുള്ള ഒരു ജേർണൽ ചൂസ് ചെയ്യാം. ഫ്യൂച്ചർ ലോഗ് ഉണ്ടാക്കുമ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ പേജിനെയും നമുക്ക് എത്ര മാസം ആ പേജിൽ വരണം എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 2 മാസങ്ങൾ ഒരു പേജിൽ വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പേജിനെ പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് ആ നമ്പർ ഓഫ് ലൈൻസ് എണ്ണിയിട്ട് അതിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗത്ത് ഫസ്റ്റ് മന്ത് ജനുവരി, താഴെ ഫെബ്രുവരി, പിന്നെ അപ്പുറത്തെ സൈഡിൽ മുകളിൽ മാർച്ച്, താഴെ ഏപ്രിൽ. അപ്പോൾ 4 മാസങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ കവർ ചെയ്യാം. ഇങ്ങനെ 12 മാസമുള്ളതുകൊണ്ട് 3 പേജുകൾ കൂടി നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും അല്ലേ. 4 × 3 അല്ലേ 12, അപ്പോൾ അത്രയും ചെയ്യേണ്ടി വരും. അതൊരു രീതിയാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസത്തിൻ്റെയും പേര് ഓരോ സ്പ്ലിറ്റ് ചെയ്ത പോർഷന് മുകളിൽ എഴുതുക. അപ്പോൾ ആദ്യം ജനുവരി വരും, താഴെ ഫെബ്രുവരി വരും, അങ്ങനെ എഴുതുക. ഇനി സ്പ്ലിറ്റ് ചെയ്ത ഓരോ പോർഷനിലും നമ്മൾ ആ മാസത്തെ കലണ്ടർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ കലണ്ടർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് എന്നാണ് തുടങ്ങുന്നത്, അത് ആ ഡേറ്റ്സിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് ഡേ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ മുതൽ അങ്ങ് തുടങ്ങുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ, കാരണം സൺഡേയും സാറ്റർഡേ ഒരുമിച്ച് വന്നാൽ ആ അവധി ദിവസങ്ങൾ അറ്റത്ത് കാണിക്കാമല്ലോ. അപ്പോൾ മൺഡേ മുതൽ നമ്മൾ എഴുതുക. അതിനുശേഷം അതിന് താഴെ ആ ഡേറ്റ്സ് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ്സ് എഴുതുക. ഇതൊക്കെ പെൻസിലുകൊണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. കാരണം എന്ത് വന്നാലും എത്ര ശ്രദ്ധിച്ചാലും ഇതിൽ തെറ്റ് വരും. അപ്പോൾ നമ്മൾ പേന കൊണ്ട് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് പെൻസിലുകൊണ്ട് റഫായിട്ട് എല്ലാ കാര്യങ്ങളും, ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വയ്ക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത്. എനിക്ക് 2 മാസങ്ങളല്ല 3 മാസങ്ങൾ ഒരു ഷീറ്റിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ ഇഷ്ടം. അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ വായിച്ച് കളഞ്ഞിട്ട് വീണ്ടും ആദ്യം പുതിയ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഫുൾ പേജിനെ 3ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഞാനിങ്ങനെ മാറ്റാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് 2 ഷീറ്റ്സ് മറച്ച് നോക്കിയാൽ ഫുൾ ഇയറിൻ്റെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ ഓവറോൾ ഒരു ഹാഫ് ഇയർ കാണാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് അങ്ങ് തുറന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറയണത് പെൻസിൽ വെച്ച് ആദ്യം ചെയ്യുക. കാരണം നമുക്ക് ഐഡിയാസൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് കാര്യങ്ങളൊക്കെ റഫായിട്ടുള്ള ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം അത്
ഓക്കെ ആയ ശേഷം മാത്രം പെന്നുകൊണ്ട് ബാക്കി നമുക്ക് ഇതിന് മുകളിൽ എഴുതാം. എഴുതി കഴിഞ്ഞ ശേഷം ഈ പെൻസിലുകൊണ്ട് എഴുതിയതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഇറേസർ വെച്ചിട്ട് മായ്ച്ച് കളയാം. അപ്പോൾ ജൂൺ വരെയുള്ള മാസങ്ങൾ ഇതിങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞിട്ട് ബാക്കി 6 മാസങ്ങൾ എഴുതിണ്ടാക്കുക. ഇത് ഇത്തിരി മെനക്കെടുള്ള പരിപാടി തന്നെയാണ്. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ എഫിഷ്യൻസിയും എത്ര മണ്ടത്തരം കാണിക്കണമെന്നുള്ളതും. പെൻസിലോണ്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പേനോണ്ട് എഴുതി ക്ലിയർ ആക്കാം. നമ്മൾ എന്തിനാണ് ഈ കലണ്ടർ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ ലോഗ് ഇനി ഇതിൽ എൻട്രി ആയിട്ട് കൊടുക്കണം. ഓരോ മാസത്തിലും ആ മാസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഈവൻറ്റ്സ്, അപ്പോൾ അത് നമുക്ക് ഒറ്റൊരു നോട്ടത്തിന് ആ മാസത്തിലെയും ആ വർഷത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂച്ചർ ലോഗ് ഉണ്ടാക്കുന്നത്. സാറ്റർഡേ, സൺഡേ ഒക്കെ ഞാനൊരു ചോപ്പ് കളർ കൊടുത്ത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ അപ്പുറത്തെ പേജിലുള്ളതൊക്കെ ഇപ്പുറത്തെ പേജിലേക്ക് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു, അടുത്ത തവണ ബുക്ക് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല പേപ്പറുള്ള ജേണൽ വാങ്ങിക്കണം. അതിൻ്റെ പേപ്പറിൻ്റെ GSM എന്ന് പറയും. അത് നോക്കൊരു 160 ഒക്കെ 65 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ജേണലായിട്ട് കണക്കാക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ അതേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ നിർത്തുണ്ടാകുള്ളത് വെച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. അല്ല, വാങ്ങിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറുള്ളത് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഈ ലോഗ് വെച്ച കാര്യം പറഞ്ഞില്ലേ, നമുക്ക് എന്തൊക്കെയാണ് ആ വർഷത്തെ പ്രധാന ഇവൻറ്റ്സ് ഓരോ മന്തായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് വെക്കുകയാണ്. അടുത്തത് മന്ത്ലി ലോഗാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ജേർണലിൽ ഉണ്ടായിരുന്ന ആ ട്രാക്കർ സാധനം. മനസ്സിലായോ? ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം നമുക്ക് ഒരൊറ്റ പേജിൽ എന്ന് വെച്ചാൽ 2 പേജ് തുറന്നു വെച്ചാൽ ആ വലിയൊരു ഫുൾ 2 ഷീറ്റിൽ കാണാൻ പറ്റണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പല സംഭവങ്ങൾ ഉപയോഗിക്കാം. ഞാൻ വളരെ മിനിമലായിട്ട് ഡേയ്സും പിന്നെ അത് ഏത് ഡേ ആണ്, സൺഡേ, മൺഡേ, അതൊന്ന് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് അതിനൊപ്പം ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ലേ, നമുക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, വെയിറ്റ് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്കർ സിസ്റ്റവും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രാക്കറാണ് ഈ ജേർണലിൻ്റെ ഹാർട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ലോഗിൻ്റെ ശേഷം നമ്മൾ നെക്സ്റ്റ് പേജിൽ ഒരു മാസത്തിൻ്റെ ആ പേരെങ്ങനെ മുകളിൽ എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ മാസം ജനുവരിയാണ്. അതിൻ്റെ പേരെഴുതിയ ശേഷം ആ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടോ അത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ജനുവരി ആണെങ്കിൽ 31 ദിവസം ഉണ്ടല്ലോ, അത് ആ കോളത്തിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ആ ദിവസങ്ങൾ എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് ഒരു തേഴ്സ്ഡേ ആണ്. അപ്പോൾ അത് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് അത് എഴുതി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഹാബിറ്റ്സ് ഏതൊക്കെയാ അത് റൈറ്റ് സൈഡിൽ എഴുതി വയ്ക്കുക. ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് സ്കെച്ചിങ് ചെയ്യണം, റീഡ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, എന്തെങ്കിലും ലേൺ ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ വെയിറ്റ് ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആ അബ്രീവിയേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ട്രാക്ക് ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജേർണൽ കേട്ടോ, ഇതിൽ നമ്മളിങ്ങനെ ഇതും അതേപോലെ ട്രാക്കർ തന്നെയാണ്, പക്ഷേ കുറച്ച് കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് കുറച്ച് കളർഫുള്ളാക്കി മാറ്റാം. ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ആക്ച്വലി ഒരു രസമുള്ള സമയമാണ്, ഒരു മെഡിറ്റേഷൻ പോലെയുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എത്ര സമയമുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം സ്പെൻഡ് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അധികം സമയം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ മിനിമലായിട്ടൊക്കെ തുടങ്ങാം. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് മൂഡ് ട്രാക്കർ, അതും നല്ലൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രെസ് ലെവൽസ്, നമുക്ക് ഓരോ ദിവസവും ചിലപ്പോൾ സ്ട്രെസ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ നല്ല ദിവസമായിരിക്കും. നമ്മുടെ മൂഡ്, നമ്മുടെ സ്ലീപ്പ്, ഇതൊക്കെ ഇതിനോടൊപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇതിൽ തന്നെ ചിലപ്പോൾ PMS സിംറ്റം ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവും, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ചില സമയത്ത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ട്രാക്ക് ചെയ്തതിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് അറിയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് പോകണം. മറ്റേ നമ്മളൊക്കെ മറന്നുപോയില്ലേ ഇതൊക്കെ, അന്ന് എന്തോ സംഭവിച്ചു, അന്ന് എൻ്റെ മൂഡ് മോശമായിരുന്നു. പിന്നെ നമുക്ക് ഈ ഉറക്കവും അതനുസരിച്ചുള്ള മൂഡുകളൊക്കെ നമുക്ക് തന്നെ വിചാരിക്കും, ഉറങ്ങാത്തതുകൊണ്ടുണ്ടാവും അടുത്ത 2 ദിവസം ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മൂഡ് മോക്കായിരുന്നു. അങ്ങനെയൊക്കെ നമുക്കങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റും. ഓപ്ഷണലായ കാര്യമാണ് കേട്ടോ, പക്ഷേ ഗുഡ് ടു ഹാവ് ആണ്. ഇത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മന്ത് നമ്മൾ തുടങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ജനുവരിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വേണം, മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത മാസം മതി അടുത്ത മന്തിൻ്റെ ഈ ട്രാക്കർ ഉണ്ടാക്കേണ്ടത്. അതുവരെയുള്ള പേജുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി ലോഗ്, അവിടെയാണ് നമ്മൾ ഡയറി എഴുതില്ലേ ഓരോ ദിവസത്തെ, ആ കാര്യങ്ങൾ അവിടെ വരിക. അതും നമുക്ക് ഈ ബുള്ളറ്റ് ജേർണലിംഗ് മെത്തേഡിൽ വളരെ മിനിമലായിട്ടാണ് ചെയ്യാം. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടുള്ള എൻട്രി അവിടെ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ നോട്ട്സ്, ഈവൻറ്റ്സ്, പിന്നെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പ്ലാനറിലുള്ളത് മാറ്റണം, അടുത്ത ദിവസം ചെയ്യണമെങ്കിൽ അത് മാറി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസൊക്കെ യൂസ് ചെയ്ത് നമുക്കതിൽ ഓരോ ഡേയുടെയും ലോഗ് ചെയ്യാം. ഇപ്പം ഇതിൽ തന്നെ ചില ആൾക്കാർ വളരെ മിനിമലായിട്ട് ചെയ്യും, ചില ആൾക്കാർക്ക് അതൊന്ന് വിശദമായിട്ട് ചെയ്യാനായിരിക്കും താല്പര്യം. എന്ന് വെച്ചാൽ എഴുതി എഴുതിയൊരു സന്തോഷം കിട്ടും. അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യാം.
അപ്പോൾ ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ ചില ദിവസം മിനിമലായിട്ട് വേണ്ടി വരും, ചില ദിവസം നമുക്ക് എഴുതാൻ താല്പര്യമുണ്ടാവും. അവരോടെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ, അതുമാതിരി കുറേ എഴുതാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ബേർഡനൊക്കെ ഒന്ന് കുറയും. അങ്ങനെയുള്ള ആൾക്കാർ അത് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് മിക്സ് ആയിക്കോട്ടെ. ചില ദിവസം നമുക്ക് മിനിമലായി ചെയ്യണം, ചില ദിവസം നമുക്ക് എഴുതണം. ആര് ചോദിക്കണം, നമ്മുടെ സിസ്റ്റമാണത്, മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ പാടുള്ളൊന്നുമില്ല. ഇടയിൽ വെച്ച് നമുക്ക് കുറച്ചും കൂടെ എഴുതാൻ തോന്നി അങ്ങോട്ട് എഴുതുക, മനസ്സമാധാനം കിട്ടാൻ എഴുതണം, എഴുതുക അങ്ങോട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ണി കാര്യമുണ്ട് അത് എഴുതണം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു കാര്യം പറയണം, അത് നമുക്ക് അയാളോട് പറയാൻ പറ്റും, അപ്പോൾ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കണം. ആ രീതിയിൽ എഴുതണമെങ്കിൽ അത് ഇടയിൽ എഴുതാം, മനസ്സിലായി? നമുക്ക് ആ ഫ്രീഡം ഉണ്ട്. ആരും വന്ന് നീ ചെയ്ത് ശരിയല്ല, നിന്റെ ബുള്ളറ്റ് ജേർണൽ ശരിയല്ല എന്നും ആരും പറയില്ല. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ആകുമ്പോഴേക്ക് നമ്മൾ ഈ ട്രാക്കറിൻ്റെ ആ സിസ്റ്റം ഒന്നുകൂടെ അടുത്ത മന്തിന് വേണ്ടി വരച്ചുണ്ടാക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, ആ മന്ത് നമ്മൾ നോക്കുക, ട്രാക്കറൊക്കെ നോക്കുക, നമ്മുടെ മൊത്തം മൂഡും ഒക്കെ നോക്കുക. എന്തെങ്കിലും പെൻഡിങ് ആയതൊക്കെ നമ്മൾ ഓരോ ദിവസവും നെക്സ്റ്റ് ഡേയിലേക്ക് വിട്ടിട്ടല്ലോ, അങ്ങനെ കുറേ മാറിപ്പോയത് എന്ത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. മൊത്തത്തിൽ ആ ഇയർലി ഗോൾസ് ഉണ്ടായിരുന്നില്ലേ, അതിൽ ചിലത് ഈ മന്തിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അതിനു വേണ്ടിയാണ് ഇയർലി ഗോൾസ് നമ്മൾ വെക്കണത്. അവിടുന്ന് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് ഓരോ മന്തിൽ നമ്മുടെ ഗോൾസ് ആക്കി വെക്കണം. അത് നമുക്ക് എന്തായി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് റിയലിസ്റ്റിക് അല്ലാത്തതുണ്ടോ, അതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാം. അപ്പോൾ ഓരോ മാസം നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഇത് വേണമെങ്കിൽ വീക്ക്ലി ബേസ് നമുക്ക് ചെയ്യാം കേട്ടോ. വീക്ക്ലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടായിരുന്നു വീക്ക്, ഇനി എന്നെ ഗോൾസ് വിചാരിച്ചൊന്നും നടന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീക്ക്ലി ഒരു ട്രാക്കർ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പോലെ തന്നെ നമ്മൾ ആ വീക്ക് കഴിയുമ്പോൾ ഒന്ന് അനലൈസ് ചെയ്യാം, എന്ത് വർക്ക് ചെയ്തു, വാട്ട് വർക്ക് ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിളാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ഇവോൾവ് ആവാം. അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം അതൊന്നും പേടിക്കണ്ട. തുടക്കക്കാർക്ക് എപ്പോഴും ഒരു ശങ്കയായിരിക്കും, ഇതെനിക്ക് ചെയ്യാൻ പറ്റും, നന്നായി ചെയ്യണ്ടേ, പറ്റുന്ന പോലെ തുടങ്ങാം. പിന്നെ ഓവർ ടൈം നമ്മളത് ലേൺ ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ എന്താ ഇത്ര ലേറ്റ് ആയെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. കാരണം കുറേ കാലമായിട്ട് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇതിനു വേണ്ടി കുറേ യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്തു, കുറേ കണ്ടു. പിന്നെ അതൊന്നും പോരാ, ഇനിയിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയിലൊന്നും കിട്ടാത്തത് വല്ലതും പെയ്ഡായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറേ പെയ്ഡ് കോഴ്സ് എടുത്തു. ഒക്കെ കണ്ടു കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു ഐഡിയ വന്നിട്ട് ഞാനിത് എൻ്റെ കൊണ്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നത്. ഇതിൽ തന്നെ ഹാൻഡ് ലെറ്ററിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാം. ഇല്ലാത്തവർ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ മെയിൻ ഫോക്കസ് കളയരുത്. മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ടും ഒരു സിസ്റ്റം. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബുള്ളറ്റ് ജേർണൽ. അപ്പോൾ തുടങ്ങുമോ? നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എൻട്രി ഒക്കെ ചെയ്യുന്നത് അധികം പബ്ലിക് ആക്കാതിരിക്കുന്നില്ലേ നല്ലത്. പക്ഷേ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഫോട്ടോ ഇടുകയാണെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയോ? ഇത്തിരി കാര്യം ഞാനിവിടെ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ നിങ്ങൾ ടാഗ് ചെയ്യോ കേട്ടോ എന്നെ. നിങ്ങൾ ബുള്ളറ്റ് ജേർണി തുടങ്ങുകയാണെങ്കിൽ തുടങ്ങണം തന്നെ ഞാൻ പറയാം കേട്ടോ. എത്ര മോശമായാലും ഇവിടെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു. ഇനി കുറേ വീഡിയോസ് നിങ്ങൾ പറഞ്ഞത് ഇനിയും പെൻഡിങ് ഉണ്ട് ഉണ്ടാക്കാൻ, അതൊക്കെ ഞാൻ ഉണ്ടാക്കാട്ടെ നന്നായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.